ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ വർക്കിന് ഇറങ്ങിക്കണ് 6:31 വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് 3 പായ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്റ്റോപ്പിംഗ് ഇല്ല. ഒരു നേന്ത്രപ്പായ 2 മൈസൂർ പായ ഉണ്ട്. പിന്നെ നമ്മളെ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്, വെള്ളക്കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ബ്രെഡ് ന്യൂട്ടല് വെച്ച് തേച്ചിട്ട് അതും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ളതാണ് ഈ പഴം. വെറും പഴമായിട്ടല്ല കഴിക്കുന്നത്. അപ്പോൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു വട്ടം നിർത്തി കഴിഞ്ഞാൽ ഈ ഓഫാക്കി ഓണാക്കുമ്പോൾ ഊബർ ട്രിപ്പ് തരാൻ കുറച്ച് മടി ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ലഞ്ചിന് മാത്രമായിട്ടൊന്ന് ഓഫ് ചെയ്താൽ ഒരു 12 മണിയാകുമ്പോൾ ഉച്ച ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ ഏതായാലും വണ്ടി ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. നല്ല മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഊബർ ഓണാക്കി വെച്ചിട്ടുണ്ട്, ട്രിപ്പ് അടിച്ചിട്ടില്ല. പിന്നെ നമ്മളെ CNG 2 പുള്ളിയുള്ളൂ. ഇന്നലെ നമ്മൾ കാക്കനാട് പമ്പ് പോയപ്പോൾ CNG ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് അടിക്കണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പമ്പിലേക്ക് പോകേണ്ടി വരും. നമ്മളെ മെയിൻ റോഡിലേക്ക് ഇറങ്ങണ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി. എന്താ വെച്ചാൽ റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ എന്ന് ആലോചിക്കുക. ലെഫ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CNG അടിക്കാം. റൈറ്റ് പോയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല, മുണ്ടമ്പാലത്തേക്കാണ്. അവിടെ നമ്മളിന്ന് ചായ അടിക്കണില്ലല്ലോ, ചായ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കൊല്ലം കുടുംബങ്ങൾ കയറിയിട്ട് അവിടെ ഒരു അരമണിക്കൂർ നിൽക്കേണ്ടി വരും. പിന്നെ എന്താണെന്നോ, പെട്രോൾ പമ്പ് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ CNG അടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും കട്ടനെ പോരണം. അവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ കുറേ വണ്ടികളുണ്ടാവും. ഒക്കെ CNG അടിച്ചിട്ടൊക്കെ അവിടെ തന്നെ നിൽക്കണവരുണ്ടാവും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോയിട്ട് പിന്നെയും കട്ടനെ പോകേണ്ടി വരും. അതാണ് പ്രശ്നം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നമാണ്. പിന്നെ ഊബർ ഓഫ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഏതായാലും നമുക്ക് വല്ല ഇങ്ങനെ CNG അടിക്കാൻ പോകാം. ഏതായാലും 2 പുള്ളിയല്ലേ, ഇനിയിപ്പോൾ ട്രിപ്പിൻ്റെ ഇടയിൽ ഓഫ് ചെയ്യണ്ട. അങ്ങനെ നമ്മൾ CNG അടിച്ചിട്ടോ. 713 രൂപക്കാണ് CNG അടിച്ചത്. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല പ്രഷറുണ്ട്, ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ CNG നമ്മൾ 209 കിലോമീറ്ററാണ് ഓടിയത്. നമുക്കിപ്പോൾ ഇതുവരെ ട്രിപ്പ് അടിച്ചില്ല കേട്ടോ. 6:55 ഇപ്പോൾ സമയം രാവിലെ. ഇതാണ് CNG അടിക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ ഇവിടെ കുറേ വണ്ടികളുണ്ട് ബാക്കിലൊക്കെ. അപ്പോൾ പമ്പിൽ നിന്ന് ഇറങ്ങണ അടുത്ത് തന്നെ ഉണ്ടോ വണ്ടികൾ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് നേരെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ പോകാം, അതായിരിക്കും നല്ലത്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ 7:48 ആയപ്പോഴാണ് ഫസ്റ്റ് ട്രിപ്പ് അടിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുറേ മാച്ച് ട്രിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. ഇതാണെങ്കിൽ ചെറിയൊരു ലോക്കൽ ട്രിപ്പാണ്, 5 കിലോമീറ്ററിൻ്റെ. നമ്മളെ ബ്രഹ്മപുരത്തേക്കാണ്, അവിടെ പോയ ട്രിപ്പ് അടിക്കൂല. ഇപ്പോൾ ഏതായാലും ഇത് കിട്ടിയതല്ലേ, പോട്ടെ. ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടോ. ഒരു 10:38 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നമ്മളെ മൊബൈൽ ഷോപ്പിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അവിടെ വന്ന് നിർത്തി. അപ്പോൾ എനിക്കൊരു ട്രിപ്പ് അടിച്ച് നേരെ നമ്മളെ ടോൾ ജംഗ്ഷനിൽ നിന്നായിരുന്നു. അപ്പോൾ കെതിട്ട് ഞാൻ ഓടിച്ച് അവിടെ പോയിട്ട് ഒരു തമിയനാണ് ഓന് അവിടെ കൊടുത്തേക്കണ ശരവണ ഭവനാ. ഞാൻ അവിടെ നിന്നിട്ട് വട്ടം കറങ്ങാം. പിന്നെ കുറേ നേരം അവിടെ നിന്ന് ലാസ്റ്റ് ഓൻ ഏതോ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി, അവിടെ ഇല്ല. അപ്പോൾ വേറെ ഏതോ ബസ് സ്റ്റോപ്പാണ്. ലാസ്റ്റ് ഞാനത് എലിജിബിൾ ആയപ്പോൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ചോറ്റാനിക്കരക്കായിരുന്നു, 300 രൂപയുടെ നല്ല ട്രിപ്പായിരുന്നു. അത് പിന്നെ കളഞ്ഞു, കാരണം സമയം വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്ന് കുറേ മാച്ചുകൾ ഒന്നും കിട്ടിയില്ല. പോയിട്ട് ഒന്ന് ചായ കുടിക്കട്ടെ, ചായ കുടിച്ചിട്ട് ഓണാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് വെക്കും. ഹലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ മൊബൈൽ ഷോപ്പിൽ തന്നെ അങ്ങനെ സംസാരിച്ചിരുന്ന് പിന്നെ ഫുഡും കഴിച്ചു, ഉച്ചക്കത്തെ ഫുഡും കഴിച്ച്. അപ്പോൾ അതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമയം 4:21 ആയിട്ട് കേട്ടോ. നമ്മൾ ഇനി ഓടുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഓടിയ ട്രിപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 3 ട്രിപ്പ് ഓടിയിട്ടുണ്ടായിരുന്നു. ഒരു 562 രൂപക്കാണ് ഇന്ന് ഓടിയത്. അപ്പോൾ ഏതായാലും ഇന്ന് പിന്നെ ഓടിയില്ല. പിന്നെ അവിടെ ഇങ്ങനെ സിനിമയും കണ്ടിരുന്നു. കുറച്ച് സർവീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 2-3 മൊബൈൽ ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായപ്പോഴേ ഒന്ന് മൊബൈലൊക്കെ ശരിയാക്കി അവിടെ ഇരുന്ന് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 5:45 ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്.